അത് കഫം പുടവയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വസിയത്ത് മുഖേന നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതേ ചോദ്യത്തിൽ ഒന്ന് വന്നത് ബർക്കത്തുള്ള മുടിയായതിനാൽ വളരുകയും പെരുകുകയും ചെയ്യുമെന്ന് ഒരു ക്ലാസ് റൂമിൽ കേട്ടു എന്നാണ്. അതെനിക്ക് തോന്നുന്നത് ഇത്രയധികം മുടി എങ്ങനെ വന്നു? പ്രവാചകൻ്റെ മുടിയുടെ നീളവും വലിപ്പമൊക്കെ കൃത്യമായും വിവരിക്കപ്പെട്ടതാണല്ലോ. ഇനി ഒരാൾക്ക് മുടി ലഭിക്കുകയാണെങ്കിൽ തന്നെ 2, 3, 4 മുടിയൊക്കെ കിട്ടും, ആയിരക്കണക്കിന് മുടിയുടെ കെട്ട് ലഭിക്കൂലല്ലോ എന്നൊക്കെ ചോദ്യം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു മറുപടി ആയിരിക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയല്ലേ, അതിന് ബർക്കത്തുണ്ടല്ലോ, അപ്പോൾ ആ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. 1400 കൊല്ലമായിട്ട് വളരുകയാണെങ്കിൽ ഇത്ര വളർന്നാൽ മതിയോ? പെരുകുകയാണ്, എണ്ണം വർദ്ധിക്കുകയാണെങ്കിലും വളരുകയാണെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ഇത് വർദ്ധിക്കുള്ളൂ. 4, 5 മുടി കൈറോവിലുണ്ട് പ്രവാചകൻ്റേതെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നത്. തുർക്കി മ്യൂസിയത്തിൽ പ്രവാചകൻ്റെ മുടികളെന്ന് പറയുന്ന സൂക്ഷിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ബാക്കിയാത്തിൽ ഒരു മുടിയുണ്ട് എന്ന് പറയുന്നു, കാശ്മീരിൽ ഒരു മുടിയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെയൊക്കെ പെരുകണം, അവിടെയൊക്കെ നീളം വെക്കണം. മാത്രമല്ല ഇപ്പം വാങ്ങിക്കൊണ്ടുപോയ മുടിയുടെ വലിപ്പം പറയുന്നത് ചെറുതാണെന്നാണ്. 10 കൊല്ലം കഴിയുമ്പോൾ എന്തായിരുന്നാലും 1 മീറ്റർ നീളം ഉണ്ടാവുമെന്ന് പരിശോധിക്കാൻ കഴിയുമല്ലോ. വാങ്ങിക്കൊണ്ടുപോയ മുടി ചെറുതാണെന്ന് പറയുന്നു. ഇങ്ങനെ വളരുകയും വലുതാകുകയും ചെയ്യുമെങ്കിൽ ആ മുടിയും ഇനി വളരണമല്ലോ കുറച്ചു കാലം കഴിയുമ്പോൾ. ഇതൊക്കെ എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളത് നമുക്ക് ആശ്ചര്യം തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്, അതിന് ബർക്കത്തുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇത് പ്രവാചകൻ്റെ മുടിയാണോ അല്ലയോ എന്നതാണല്ലോ സംശയം. പ്രവാചകൻ്റേതാണ് എന്ന് തെളിയിക്കുന്നതിന് സനദ് വേണം, രേഖ വേണം. അതൊന്നും തന്നെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പുതിയ ന്യായങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും ഇതിൻ്റെയൊക്കെ ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് നിഴലില്ല, ആ മുടി കത്തുകയില്ല എന്നിങ്ങനെ അടയാളങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. ഇതിന് പ്രമാണത്തിൻ്റെ പിൻബലമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് മാത്രമായിട്ട് നിഴലുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയില്ല. പ്രവാചകന് നിഴലുണ്ടോ ഇല്ലയോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സൂഫികളും അതേപോലെ കഥകളും ദുർബലമായ തെളിവുകളും അവലംബിക്കുന്ന ആളുകൾ പ്രവാചകൻ മൊത്തമായി പ്രകാശമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട 2 സംഭവങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിലൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴലിങ്ങനെ വരുന്നത് കണ്ടു. നിഴലിങ്ങനെ വരികയാണ്. അപ്പോൾ മനസ്സിലായി റസൂലുള്ളയാണ് വരുന്നത് എന്ന്. അവർ കട്ടിലും കാര്യങ്ങളൊക്കെ ശരിയാക്കി എന്ന് ഉച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്ന ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് ഹദീസിൽ കാണാവുന്നതാണ്. സമാനമായ മറ്റൊരു ഹദീസും കാണാവുന്നതാണ്. ചെറിയ ദുർബലത ഈ 2 ഹദീസിനുണ്ടെങ്കിലും നേടില്ല എന്ന് പറയുന്നവരുടെ തെളിവിനേക്കാൾ വളരെ ശക്തമായ തെളിവാണ് ഈ വിഷയത്തിലുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞങ്ങളൊക്കെ ഒരു യാത്രയിലായിരുന്നു. ആ യാത്രക്കിടയിൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ വാഹനം ക്ഷീണിച്ചുപോയി. അപ്പോൾ സൈനബ റളിയല്ലാഹു അൻഹയുടെ വാഹനത്തിൽ സൗകര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു സഫിയനെയും കൂടി ആ വാഹനത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അന ഉഅ്തി ഹാദിഹിൽ യഹൂദിയ, ഈ യഹൂദിക്ക് ഞാൻ കൊടുക്കുകയെന്ന്. യഹൂദ വംശത്തിൽ നിന്നാണല്ലോ സഫിയ റളിയല്ലാഹു അൻഹ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിച്ചു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വിഷമമായി പോയി. ആ പ്രയോഗം ശരിയല്ലല്ലോ. യഹൂദ കുടുംബത്തിൽ നിന്നാവട്ടെ വേറെ ഏത് കുടുംബത്തിൽ നിന്നാവട്ടെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന പറഞ്ഞ ശരിയല്ലല്ലോ. ഹദീസ് തുടരുന്നുണ്ട്. അതിൻ്റെ ഹദീസിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് പിന്നെ പറയുന്ന ഫബൈനമാ ഹിയ ദാത യൗമിൻ ഖായിദ ബിനിസ്ഫിൻ നഹാർ, ഉച്ച സമയത്ത് ഇരിക്കുന്നു. വറഅത് ളില്ലഹു, പ്രവാചകൻ്റെ നിഴല് കണ്ടു. ഖദ് അഖ്ബല, ആ നിഴലിങ്ങനെ വരുന്നത് കണ്ടു. ഉച്ച സമയത്താകുമ്പോൾ നിഴലുണ്ടാവും. ആ നിഴലാണ് ആദ്യം വരുന്നത്, മുന്നിൽ വീട്ടിലേക്ക് കയറി വരുന്നത്. ഫഅഅദത് സരീറഹ വമതാഹ, അപ്പോൾ സാധനങ്ങളും ചരക്കുകളും കട്ടിലൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചു.
റസൂലുള്ള കയറി വരുന്നത്. ആ വെറുപ്പൊക്കെ തീർന്ന് പ്രവാചകൻ്റെ ആ വെറുപ്പ് അവസാനിച്ചു എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് പ്രവാചകനെ സ്വീകരിക്കാനുള്ള സമീപനം സ്വീകരിച്ചു എന്നൊരു ഹദീസ് ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് അബൂദാവൂദ് ചുരുങ്ങിയ രൂപത്തിലും തബറാനിയൊക്കെ വിശദമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ പ്രകാരം തന്നെ മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ അൽ ഖുസാഇയിൽ നിന്നും ഈ വിഷയത്തിൽ ഉദ്ധരിക്കുകയും ഹൈസമി തർവാഹു തബ്രാരി റിജാലു സഹീഹ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ. അപ്പോൾ സ്വീകരിക്കാൻ കൊള്ളാവുന്ന റിപ്പോർട്ടുകൾ അവലംബിച്ചാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേലുണ്ടായിരുന്നു എന്നതാണ്. ഇനിയിപ്പോൾ ഇത് ഇത്ര ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമൊന്നുമില്ല. പ്രവാചകൻ്റെ മുടിക്ക് നേലുണ്ടോ ഇല്ലേ എന്നുള്ളത് ആ മുടിയൊന്ന് വെച്ച് നോക്കിയാൽ മതിയല്ലോ. മുടി വെച്ച് നോക്കിയാൽ മതിയല്ലോ, നേലുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാകുന്ന സംഗതിയല്ലേ. രണ്ടാമത്തത് പ്രവാചകൻ്റെ മുടി കത്തിച്ചാൽ കത്തുമോ ഇല്ലയോ എന്നാണ്. ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ചു നോക്കിയാൽ അറിയാം കത്തുമോ ഇല്ലേ എന്ന്. ഇതൊന്നും ഇപ്പോൾ ഹദീസ് പരിശോധിച്ച് തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്ത മഹത്വങ്ങൾ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം പ്രവാചകൻ മണലിലൂടെ നടന്നാൽ കാലിൻ്റെ അടയാളം പതിയൂല, പാറമക്കൂടി നടന്നാൽ കാലടയാളം പതിയും ചെയ്യും. അങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. 4 കാലടയാളങ്ങളുള്ള ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചല്ലോ. അൽ ആസാറുൻ നബവിയ്യ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പാറയിൽ 4 കാലടയാളം. അത് റസൂലുള്ളാഹിന്റെ കാലടയാളമാണ് അവകാശപ്പെടുന്നത്. ഈ 4 കാലടയാളങ്ങളും തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ട്, ഒരാളതല്ല എന്നർത്ഥം. എന്നിട്ടത് പ്രവാചകന്റെ കാലടയാളമാണെന്ന് ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. അതിനു വേണ്ടി കഥ ഉണ്ടാക്കുകയാണ്. പാറപ്പുറത്തൊരു കാലടയാളം കണ്ടാൽ അത് റസൂലിൻ്റെതാണെന്ന് ബാധിക്കുക. പ്രവാചകന്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് സൗർ ഗുഹയിലാണ് അഭയം തേടിയത്. ആ ഗുഹയിലേക്കുള്ള കാൽപാദങ്ങൾ മായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്ന വഴിയിലൂടെ ഒട്ടകത്തെ തെളിച്ചു കൊണ്ടുപോകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആടുമായി വന്ന വ്യക്തിയോട് നിർദ്ദേശിച്ചത്. ആട്ടിൻ്റെ പാലും കുടിച്ച് നടന്ന വഴി കൂടെ നടത്തുകയാണ്. കാരണം എന്താണ്? കാലടയാളമൊക്കെ കാണാതെക്കാൻ വേണ്ടിയിട്ട്. ഇവർ പറഞ്ഞ പാറപ്പുറത്ത് ചവിട്ടിയാൽ എന്തെയും കാലടയാളം വരുന്നത്. അങ്ങനെയാണെങ്കിൽ സൗർ ഗുഹയിലെ നബിനെ കണ്ടെത്താൻ എന്ത് പണിയാണ്? ആ മലൻ്റെ മുകളിൽ മുഴുവൻ കാലടയാളം ഉണ്ടാവില്ലേ? ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കി പ്രവാചകന്റെ മഹത്വവൽക്കരിക്കാൻ പലപ്പോഴും സൂഫികളും സ്വപ്ന കഥകളും ഉണ്ടാക്കിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇത്തരത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വപ്പെടുത്താൻ, പ്രവാചകന്റെ മഹത്വം മനസ്സിലാക്കാൻ എത്രയെല്ലാം തെളിവുകളുണ്ട്, എത്രയെല്ലാം മഹത്വപരമായ ഗുണങ്ങളും സവിശേഷതകളും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശങ്ങളും സ്വഭാവ ഗുണങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ചോദ്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിശദീകരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ്റെ മുടി ഇട്ട വെള്ളം വിതരണം ചെയ്യാൻ വേണ്ടി ഖലീഫമാരെ നേതൃത്വത്തിലൊരു പദ്ധതി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ ഒരു പള്ളി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു സഹാബികളോ പടുത്തുയർത്തിയിട്ടില്ല. ബർക്കത്തോടെ എടുക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്. എന്നാലും ഇതൊരു ഔപചാരികമായ രാഷ്ട്രത്തിൻ്റെ ഒരു ദൗത്യമായി മുസ്ലിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ വിപുലമായൊരു പദ്ധതിയായി നടപ്പിലാക്കിയിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഹദ്ദസനി റജുലുൻ മിനൽ അൻസാർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ തവല്ല ഔ തനഖമ ഇബ്തതറ മൻ ഹൗലഹു മിനൽ മുസ്ലിമീന വളുഉ നഖമതു ഫശരിബുഹു വമസഹു ബിഹി ജുലൂദഹും. അൻസാരികളിൽപ്പെട്ട ഒരാൾ, അത് മറ്റു റിപ്പോർട്ടിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ഖർദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പേരും വന്നിട്ടുണ്ട്. അദ്ദേഹം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ തുപ്പുകയോ ചെയ്താൽ പ്രവാചകൻ്റെ ചുറ്റുമുള്ള മുസ്ലിങ്ങൾ ആ വളുവിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടി, ആ തുപ്പുനീര് ശേഖരിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയും അത് കുടിക്കുന്നു, ശരീരത്ത് തേക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് റസൂലൊക്കെ കണ്ടു. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? അവർ പറഞ്ഞു, നൽതമിസു തഹൂറ വൽ ബറക ബിദാലിക്, ഇതുകൊണ്ട് ശുദ്ധിയും ബർക്കത്തും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. മൻ കാന മിൻകും യുഹിബ്ബു അൻ യുഹിബ്ബഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങളിൽ ആഗ്രഹിക്കുന്ന വ്യക്തി അവൻ ഫല്യസ്ദുഖൽ ഹദീസ്, സത്യം പറയട്ടെ.
വൽയുഅദ്ദിൽ അമാന, അമാനത്ത് നിർവഹിക്കട്ടെ. വലാ യുഅദി ജാറഹു, അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഇവിടെ പ്രവാചകൻ വളരെ ശ്രദ്ധേയമായൊരു സന്ദേശം ആളുകൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ബർക്കത്തെടുക്കുന്നത് പ്രവാചകൻ അനുവദിച്ച അതേ സമയത്ത് ഇതിനേക്കാളും പ്രാധാന്യമുള്ളത് പ്രവാചകൻ്റെ സന്ദേശങ്ങൾ പിന്തുടർന്നുകൊണ്ട് അനുഗ്രഹം നേടുകയാണ്. ആ സന്ദേശങ്ങൾ ഒന്ന്, സത്യം മാത്രം പറയുക, അമാനത്ത് ഉത്തരവാദിത്വപൂർവ്വം നിർവഹിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ഈ സന്ദേശമാണ് പ്രവാചകൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബത്ത് അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ബർക്കത്തെടുക്കുന്ന അംഗീകരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ പ്രവാചകൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടുക, ഇതിനാണ് സ്വഹാബത്ത് മുൻഗണന നൽകിയത്. അതുകൊണ്ടാണ് അവരൊരു മുടിപ്പള്ളി ഉണ്ടാക്കാഞ്ഞത്. അതാണ് അവർ വ്യാപകമായ രീതിയിൽ മുസ്ലിം രാജ്യങ്ങളിൽ മുഴുവനും മുടിവെള്ളം വിതരണം ചെയ്യുക എന്നൊരു പദ്ധതി ഭരണകൂടങ്ങൾ ആവിഷ്കരിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യാതിരുന്നത്. അതിൻ്റെ പേരിൽ ഒരു കച്ചവടം ആരും നടത്തിയിട്ടില്ല. ഇന്ന് ഇതെല്ലാം എന്തിനു ഉപയോഗിക്കുന്നു എന്നതാണ് ചിന്തിക്കേണ്ടത്. ആളുകൾക്ക് ബർക്കത്ത് കിട്ടിക്കോട്ടെ എന്ന ഉദ്ദേശമല്ലല്ലോ, അതിനേക്കാൾ ഉപരി വിലയാണ് നിശ്ചയിക്കുന്നത്. 25,000 മുതൽ 1,00,000 രൂപ വരെ വില പറഞ്ഞിട്ട് ഇത് കച്ചവടമാക്കുകയാണ്. ഒരു വ്യാപാര ഭവനിൽ നടക്കുന്ന പ്രവർത്തനമായിരിക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കാൻ പോകുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചതുകൊണ്ട് സംസം വെള്ളം നമ്മുടെ നാട്ടിലെ ഇത്തരം ആളുകളുടെ കയ്യിലായില്ല. എങ്കിൽ ഒരു തുള്ളി സംസം വെള്ളത്തിന് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി. എന്ത് കിട്ടിയാലും അത് കച്ചവടത്തിൻ്റെ മാർഗമാക്കുക എന്ന രീതിയിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ അപകടകരമായൊരു സംഗതിയാണ്. ഞാൻ സൂചിപ്പിച്ചത്, കാര്യങ്ങൾ വസ്തുതാപരമായി നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യണം. പലപ്പോഴും സമൂഹത്തെ ചൂഷണം ചെയ്യുവാൻ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പല കാലങ്ങളിലും രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഇതിനുള്ള പരിഹാരം. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞാൽ ഇതൊക്കെ തകർന്നു പോകും, നശിച്ചു പോകും. ഏറ്റവും ചുരുങ്ങിയത് അത്തരം അപകടകരമായ ചൂഷണങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും സത്യമാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മുന്നേറാനുള്ള തൗഫീഖും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.